ചെറുകഥ കഴുകൻ. രചന സുചിത്ര കൃഷ്ണൻ. ശബ്ദം സുചിത്ര കൃഷ്ണൻ. നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഇരവുകൾ പകലുകളാകുന്നു. അതിനോടൊത്ത് ഓരോരുത്തരും എന്തിനോ വേണ്ടി ഓടുന്നു. ഓടി ഓടി തളരുമ്പോൾ കടന്നു വന്ന വഴികളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുമ്പോൾ കാണാം അർത്ഥമില്ലാത്ത ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ, നഷ്ടപ്പെടലിൻ്റെ കടുത്ത വേദനകൾ. കാലം അങ്ങനെയാണ്. ഇവിടെ എനിക്കും അങ്ങനെയുള്ളൊരു കഥയാണ് ഓർത്തെടുക്കാനുള്ളത്. രാഘവനും സുമതിയും 2 മക്കളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമാണ്. നരിയമ്പറ്റിയിൽ ഇവരെ അറിയാത്തവരായി ആരുമില്ല. എൻ്റെ നല്ല അയൽപക്കം. 2 പേരും കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തുന്നു. കുട്ടികൾ 2 പേരും പഠിക്കുന്നു. മോൾ 8ാം ക്ലാസ്സിൽ, മോൻ ഹയർ സെക്കൻഡറി 2ാം വർഷം. ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്ന പോലെ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാമായിരുന്നു അവർ. വയറ് മുറുക്കി ഉടുത്താണെങ്കിൽ പോലും ഒട്ടുമിക്ക രക്ഷിതാക്കളുടെയും പരാജയവും ഇതുതന്നെയാണ്. എല്ലാം സാധിച്ചു കൊടുക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ അത് നിറവേറ്റി കൊടുക്കാൻ പറ്റാതെയാവുമ്പോൾ ആത്മഹത്യയിലേക്കും മറ്റു സാമൂഹ്യ തിന്മകളിലേക്കും തിരിയാനുള്ള പ്രവണത സ്വാഭാവികം മാത്രം. മക്കളെ കഷ്ടപ്പാടുകൾ അറിഞ്ഞു വളർത്തണം. അങ്ങനെയെങ്കിൽ മാതൃകാപരമായ ജീവിതം അവർക്കുമുണ്ടായേനെ. രാഘവൻ എപ്പോഴും പറയും, കുട്ടികൾക്ക് വേണ്ടിയല്ലേ ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നേ? ഈ ജീവിതം തന്നെ അവർക്ക് വേണ്ടിയല്ലേ? അപ്രതീക്ഷിതമായി രാഘവന് അസുഖം പിടിപെട്ടപ്പോൾ ആ കുടുംബത്തിൻ്റെ തകർച്ച അവിടെ തുടങ്ങി. കോവിഡ് കാലം കൂടിയായിരുന്നു അപ്പോൾ. രാഘവൻ്റെ അസുഖവും കുട്ടികളുടെ പഠനവും കൂടി ഒരുമിച്ച് കൊണ്ടുപോവാൻ സുമതി വളരെയേറെ കഷ്ടപ്പെട്ടു. അവരുടെ സങ്കടത്തിന് ഒരു താങ്ങായി എന്നും ഞാനുണ്ടായിരുന്നു. ബാങ്കിലെ എൻ്റെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മിക്കവാറും അവരുടെ മോളും എൻ്റെ കൂടെ ട്യൂഷൻ കഴിഞ്ഞുണ്ടാവും. സുമതി എപ്പോഴും പറയും, മാഡം, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാനും എൻ്റെ കുടുംബവും എന്നെ മണ്ണടിച്ചു പോയേനെ. ഏയ് സുമതി, അങ്ങനെ നന്ദിയൊന്നും പറയണ്ട. ഈ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണോ? അന്ന് കോവിഡ് കാലമായതിനാൽ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് വേണ്ടി വന്ന സമയമായിരുന്നു. കുട്ടികൾക്ക് ഫോൺ വാങ്ങുന്നതിനെപ്പറ്റി വലിയ ആശങ്കയിലായിരുന്നു സുമതിയും രാഘവനും. രാഘവൻ അസുഖം ബാധിച്ച് കിടപ്പിലായതിനാൽ സുമതിയുടെ വരുമാനം മാത്രമായിരുന്നല്ലോ ഏക ആശ്രയം. ഇക്കാര്യം പറയാനായി സുമതി ഒരു ദിവസം എന്നെ കാണാൻ വന്നു. മാഡം, മക്കൾക്ക് 2 പേർക്കും ഫോണിലാണ് ഇനി ക്ലാസ്. അവർക്ക് ഫോൺ വേണമെന്ന് പറയുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ അത്രയ്ക്ക് പണമില്ല. അതിനൊക്കെ വലിയ തുക കൊടുക്കണ്ടേ? മാഡം, എന്നെ ഒന്ന് സഹായിച്ചോ? ഞാൻ ആവുന്ന പോലെ തിരിച്ചു തന്നേക്കാം. അപ്പോഴാണ് അവളുടെ വിഷാദഭാവം കലർന്ന കണ്ണുകളിൽ ഒരു യാചനയുടെ തിരയിളക്കം ഞാൻ കണ്ടത്. വല്ലാത്ത നിസ്സഹായാവസ്ഥ അവളുടെ മുഖത്ത് നിഴലിച്ചു. സുമതി വിഷമിക്കണ്ട, ഞാൻ ആലോചിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞു. പിറ്റേന്ന് അവൾക്ക് ഫോൺ വാങ്ങുന്നതിനാവശ്യമായ തുക ഞാൻ നൽകി. ആ രൂപ ഞാൻ അവൾക്ക് നൽകുമ്പോൾ അത് 2 കണ്ണുകളിലും മാറി മാറി വെച്ച് നന്ദി സൂചകമായി കരഞ്ഞു. രൂപ കൊടുക്കുമ്പോൾ ഞാൻ സുമതിയോടൊരു കാര്യം പറഞ്ഞിരുന്നു. സുമതി, മക്കൾ ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവരിൽ ഒരു ശ്രദ്ധ നിനക്ക് വേണം. ഈ മൊബൈൽ ഫോൺ നല്ലതിനും ചീത്തയ്ക്കും ഉപകരിക്കുന്ന ഒന്നാണ്. ക്ലാസ് കഴിഞ്ഞാൽ ഫോൺ വാങ്ങി വെക്കണം. കൂടുതൽ സമയം ഉപയോഗിക്കാൻ കൊടുക്കരുത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഭാവിയിൽ ഒരു ദോഷവും സംഭവിക്കരുത്. ശരി മാഡം, ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെ കുട്ടികൾക്ക് 2 പേർക്കും ഫോൺ വാങ്ങി നൽകി ദിവസങ്ങൾ കടന്നുപോയി. മോളും മോനും ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് വീട്ടിലെ അവരുടെ തുറന്ന ഹാളിൽ വെച്ചായിരുന്നു. പിന്നെ മോൻ്റെ പഠനം മുറിയിലേക്ക് അവൻ സ്വയം മാറ്റി. ഒരു ദിവസം സുമതി ചോദിച്ചു, എന്താ മക്കളെ, മുറിയിൽ പോയിരുന്നു പഠിക്കണേ? ഇവിടെയാണല്ലോ ഇരിക്കാറ്. അപ്പോൾ മോൻ പറഞ്ഞു, അവളുടെ ക്ലാസ്സിനിടെ എൻ്റെ ക്ലാസ്സും കൂടി ആവുമ്പോൾ എനിക്ക് ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അമ്മേ, അതുകൊണ്ടാണ് മാറിയത്.
സുമതി അത് വിശ്വസിച്ചു. സുമതി ഇടയ്ക്കിടയ്ക്ക് മുറിയിലേക്ക് നോക്കുമ്പോഴെല്ലാം അവൻ ഫോണിലായിരിക്കും. അവൾ കരുതി മോൻ കാര്യമായ പഠനത്തിലായിരിക്കുമെന്ന്. അവൾക്ക് അഭിമാനം തോന്നി. എൻ്റെ മക്കൾ രാപ്പകലിൽ നീ പഠിക്കുന്നു. ഞാൻ എപ്പോഴും മക്കളുടെ കാര്യം സുമതിയോട് തിരക്കാറുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ എന്തോ ഒരു ആശങ്ക നിഴലിച്ചിരുന്നു. എന്തിനോ അകാരണമായൊരു ഭയം. അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ. പക്ഷേ പാവം സുമതി പറയും, മാഡം, അവർ രണ്ടുപേരും എപ്പോഴും പഠിത്തത്തിലാ. എൻ്റെ മക്കൾ ഇപ്രാവശ്യം നല്ല മാർക്ക് വാങ്ങട്ടോ. ആ മുഖത്ത് ഒരു വല്ലാത്ത തിളക്കം അപ്പോൾ കാണാമായിരുന്നു. ഒരു ദിവസം മകൻ്റെ മുറി അകത്തുനിന്നും പൂട്ടിയിരിക്കുന്നത് സുമതി ശ്രദ്ധിച്ചു. അവൾ സ്വയം ആശ്വസിച്ചു. ചിലപ്പോ ശബ്ദമൊന്നും കേൾക്കണ്ട എന്ന് കരുതിയിട്ടാവും. ദിവസങ്ങൾ ചെല്ലുന്തോറും അവനിൽ പ്രകടമായ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അകാരണമായി സുമതിയോട് ദേഷ്യപ്പെടുക, കൂടുതൽ പണം ആവശ്യപ്പെടുക, കിട്ടാതെയാവുമ്പോൾ വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കുക. അങ്ങനെയിരിക്കെ ഒരു ദിവസം സുമതി അവനോട് ചോദിച്ചു, മോനെ, മോൻ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? മുറിയുടെ വാതിൽ എന്തിനാ എപ്പോഴും പൂട്ടുന്നേ? വല്ലാതെ ദേഷ്യപ്പെടുകയാണ് അവൻ ചെയ്തത്. ദേ തള്ളേ, കൂടുതൽ കാര്യം നിരക്കാൻ വരണ്ട. എനിക്കിഷ്ടമുള്ളത് ചെയ്യും. എനിക്കേ കുറച്ച് പണം വേണം. എന്തിനാ മക്കളെ പണം? അപ്പോൾ രാഘവൻ പറയും, ഡീ, അവന് എന്തേലും ആവശ്യങ്ങൾ കാണും. നീ കൂടുതൽ ചോദ്യം ചോദിച്ച് അവനെ ചൊടിപ്പിക്കാനൊന്നും നിൽക്കണ്ട. കയ്യിലുണ്ടി കൊടുക്ക്. സുമതി വല്ലാത്ത ധർമ്മസങ്കടത്തിലായിപ്പോയി. മകന് വന്ന ഈ മാറ്റം അവളെ തളർത്തി. ഒരു ദിവസം അവൻ്റെ കൈത്തണ്ടയിൽ ഒരു മുറിപ്പാട് അവൾ കണ്ടു. ചോദിച്ചപ്പോൾ കമ്പ് കൊണ്ടതാണെന്ന് പറഞ്ഞു. സുമതി അതും വിശ്വസിച്ചു. പക്ഷേ സുമതിയുടെ മോൾ മിടുക്കിയായിരുന്നു. അവൾക്ക് 13 വയസ്സേ ഉള്ളൂ. എങ്കിലും നല്ല ചിന്താശേഷിയുള്ള പെൺകുട്ടിയാണ്. പതിവില്ലാതെ അവൾ ഒരു ദിവസം എന്നെ കാണാൻ വന്നു. ആൻറ്റി, ചേട്ടായി വളരെ മാറിയിരിക്കുന്നു. മുറിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നു. ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. മോൾ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചോളാം. എനിക്ക് മനസ്സിലായി അവൻ